ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മാഷും അതേപോലെ തന്നെ പ്രിയാമണിയും ബാക്കിയുള്ളവരും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ മാഷിന് ഇതെല്ലാം കേട്ടിട്ട് ഒരു തൃപ്തി വരുന്നില്ല. എന്നാലും ഇഷിത ആ ഡോക്ടറെ കാണാൻ പോകണ്ടായിരുന്നു. മഹേഷ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് യാതൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ. തെറ്റായ തീരുമാനങ്ങൾ മഹേഷ് എടുക്കാറില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുചിത്രയാണെങ്കിൽ അല്ല എന്താണ് അമ്മാവ ഇളയച്ചനൊരു സംശയം, അല്ല എന്തൊക്കെയോ കൊള്ളിച്ചാണല്ലോ ഇളയച്ചൻ പറയുന്നത്, അല്ല ആ പറച്ചിലിനൊരു തൃപ്തിയില്ലായ്മ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും തൃപ്തിയില്ലായ്മയൊന്നുമില്ല, എന്നാലും മോളുടെ കാര്യമാണല്ലോ, ബാക്കിയുള്ളവരുടെ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണമല്ലോ. മാഷെ ഇപ്പം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായിട്ടോ. കാരണം ഇനി അഥവാ ഈ രചനയോ അതേപോലെ തന്നെ മനസ്വിനിയോ ഒക്കെ നമ്മുടെ മോളുടെ പിന്നാലെ വരുമെന്നല്ലേ, ആ ഒരു പേടി എനിക്കുണ്ട്. രചനയ്ക്ക് ഏതായാലും ഈ വാർത്ത കേട്ടപ്പോൾ വലിയ തൃപ്തിയൊന്നും കാണില്ല. കാരണം ഇവരുടെ ഇടയിലേക്ക് വേറൊരു കുഞ്ഞും കൂടി വരാനായിട്ട് പോവല്ലേ. അപ്പോൾ തൻ്റെ മക്കളെ തകർത്തുകൊണ്ട് വേറൊരു കുഞ്ഞ് വരുന്നത് രചനയ്ക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടും. ഇതിനെല്ലാത്തിനും മഹേഷിനും അറിയാന്നേ. മഹേഷ് നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്, ആ ഇഷിതയ്ക്ക് ഒരാപത്തും വരില്ലെന്ന് നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഇനി വിശദീകരിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല മാഷേ. എനിക്കിപ്പോൾ വേറൊരു കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ, ഇവളുടെ കാര്യം, സുചിത്രയുടെ. ഇവളോട് വേറൊരു കല്യാണം കഴിക്കാൻ പറഞ്ഞാലും അവൾ വിനോദിനെ മറക്കാൻ തയ്യാറല്ലല്ലോ. പിന്നെ എന്ത് ചെയ്യും? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് സുചിത്ര നിർത്ത്, ആ വിഷയത്തിലേക്ക് ഇനി വരണ്ടേ, ഞാൻ പോവാണ്, നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞുകൊണ്ട് സുചിത്ര പോയി കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യും മാഷേ, ഇവളെ പറഞ്ഞിരുത്തിക്കാനായിട്ട് പറ്റില്ല. വിനോദാണെങ്കിൽ എങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങും, അവനെങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് പോലും നമുക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. പിന്നെ നമ്മൾ എങ്ങനെ അവളെ സഹായിക്കുന്നൊക്കെ ചിന്തിക്കുകയാണ്. ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട, വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം പ്രിയാമണി എന്ന് മാഷും പറയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ രചനയെയും ആകാശിനെയാണ്. അപ്പോൾ ആകാശ് രചനയോട് ചോദിക്കുകയാണ്, രചനേ നീ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? കാര്യങ്ങളൊന്നും നടന്നില്ലല്ലേ? അല്ല എന്തായി? നീ മഞ്ജിമയെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചല്ലേ, എന്നിട്ട് വല്ലതും നടക്കോ എന്നൊക്കെ ചോദിച്ചപ്പോഴേ അത് നടക്കാനൊന്നും പോകുന്നില്ല ആകാശേ. ഞാൻ അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറയും ഇതെനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. മഹേഷ് അവളെ ഭീഷണിപ്പെടുത്തി പോലും. നിങ്ങളാണ് ഇതിന് പിന്നിൽ നിന്ന് എനിക്കറിയാം. എൻ്റെ ഭാര്യയ്ക്ക് നിങ്ങളായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് അടിച്ച് പുറത്താക്കും, പിന്നെ നിങ്ങളെ ജീവനോടെ കാണില്ല എന്നൊക്കെ മഹേഷ് ഭീഷണിപ്പെടുത്തിയപ്പോൾ മഞ്ജിമ പേടിച്ചു പോയി. മഞ്ജിമ പിന്നെ ആ വശത്തേക്ക് പോലും ചെന്നില്ലെന്ന് എന്നോട് പറഞ്ഞത്. ഇനി എങ്ങനെ അവളെ തകർക്കുമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ആകാശ് എന്ന് കേട്ടപ്പോൾ ആകാശ് എന്ന് പൊട്ടിച്ചിരിക്കുക. അപ്പോൾ ആകാശ് പറയുകയാണ്, ഞാൻ അപ്പോഴേ രചനയോട് പറഞ്ഞല്ലേ മഞ്ജിമയെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന്. അവളെ വെറും പാഴ്വസ്തുവാണെന്നേ, ഒരു പേടിത്തൂറി അത്രയേ ഉള്ളു. അതല്ല ആകാശ്, ഇപ്പോൾ ഇഷിതയെ തലയേക്കേറ്റി വെച്ചിരിക്കുകയാണ് അവിടുത്തെ അമ്മായിയമ്മ. അവൾക്ക് പാരമ്പര്യമായിട്ട് കാത്തു സൂക്ഷിച്ച ആ മാല വരെയും കൊടുത്തു എന്ന് കണ്ടോ? ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? മഹേഷിൻ്റെ 2 മക്കളെ പ്രസവിച്ച നിനക്ക് പോലും ആ മാല അവർ തന്നില്ല. ഇപ്പോൾ പുതിയ മരുമകളെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അതൊരു കുഞ്ഞിൻ്റെ അമ്മയായ പോലുമില്ല. അതിനു മുമ്പ് തന്നെ കാത്തു സൂക്ഷിച്ച നിധി അവൾക്ക് കൊണ്ടേ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് രചന മനസ്സിലാക്കേണ്ടത്? നിന്നെ അവർ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു. ഇപ്പോൾ ഇഷിത അവരെ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെല്ലാം ചെയ്തു കൂട്ടുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രചനയാണെങ്കിൽ ഇല്ല, അവളെ ഞാൻ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല, അവൾക്കൊരു കുഞ്ഞ് ജനിക്കില്ല. പക്ഷേ ഏത് ഡോക്ടറെയാണ് അവൾ കാണാൻ പോകുന്നതെന്ന് അവർക്കറിയില്ല. അവൾ മഞ്ജിമയോട് പറഞ്ഞത് ആ ഹോസ്പിറ്റലിൽ തന്നെ, അവൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ കാണാൻ പോകുന്നെന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ട ആകാശാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അവിടെയുള്ള ഡോക്ടർമാരെ അല്ല കാണാൻ പോകുന്നത്, അവൾ പുറത്ത് ഏതെങ്കിലും ഡോക്ടർമാരെ ആയിരിക്കും കാണാൻ പോകുന്നത്. കാരണം അവളുടെ ഇതിൽ ഭീഷണി ഉണ്ടെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഒരു സാഹസത്തിനും അവർ തയ്യാറാവില്ല എന്നൊക്കെ ഇങ്ങനെ രണ്ടരും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ആദി താഴത്തേക്ക് ഇറങ്ങി ഒരു ബാറ്റുമായിട്ട് ഇങ്ങനെ വരിക. എന്ന് കഴിഞ്ഞപ്പോഴേക്കടാ ആദി അവിടെ നിന്നേടാ, നീ ഇത് എങ്ങോട്ടാ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ കളിക്കാൻ പോകുന്നു. ഹേടാ നിനക്കൊരു അനിയത്തിയോ അനിയനോ കൂടി ഉണ്ടാകാനായിട്ട് പോവാണ്. അത് അതിനോർത്തിട്ട് നിനക്കൊന്നുമില്ലേ? അതിനിപ്പോൾ ഞാൻ എന്ത് വേണം, നീ എന്ത് വേണമെന്ന്, നീ എന്ത് ചോദ്യമാടേ ചോദിക്കുന്നത്? നിൻ്റെ ഇടയിലും ചിപ്പിയുടെ ഇടയിലേക്ക് ഒരു കൂടപ്പിറപ്പും കൂടി വരാനായിട്ട് പോവല്ലേ. ഇഷിതയുടെ വയറ്റിലാണെങ്കിലും നിന്റെ അച്ഛൻ്റെ ചോരയാ. അപ്പം നിനക്കും ഒരു അനിയനോ അനിയത്തിയോ ആകാം.
ദേ അതുകൊണ്ടേ നീ അവരെ പോയി കാണാൻ പോകുന്നില്ലേ? നീ ഇഷിതയെ പോയി കാണുന്ന്. ഇഷിതയമ്മയോട് വിശേഷങ്ങളെല്ലാം ചോദിക്ക്. അവരെ പോയി കണ്ടു കഴിഞ്ഞാലേ അവർക്ക് ഭയങ്കര സന്തോഷവും. പിന്നെ നിന്റെ ഡാഡിക്ക് നിന്നോട് വെറുപ്പൊന്നും തോന്നാതിരിക്കാൻ ഇഷിതയെ പോയി കാണുകയും ഇഷിതയോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യണം നീ. അതുകൊണ്ട് നീയേ ഉടനെ തന്നെ അങ്ങോട്ട് പോകാൻ നോക്ക്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രചന തടയിക്കണം. ആകാശ് എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കുന്നത്? ഞാൻ അവനെ അവിടെ അങ്ങോട്ട് വിടാതിരിക്കാൻ നോക്കുന്നു. എന്തിനാ ഇഷിതയെ പോയി കാണുന്നത്? രചന ഒന്നും മിണ്ടാതിരിക്കുക. അവൻ്റെ കൂടപ്പിറപ്പല്ലേ പിറക്കാനായിട്ട് പോകുന്നത്, അപ്പോൾ അവന് കാണണ്ടേ? പക്ഷേ നീ വെറും കൈയോടെ പോകാൻ പാടില്ല മോനെ. നീ പോകാൻ നേരത്തെ വിലപിടിപ്പുള്ള എന്തെങ്കിലും സമ്മാനമായിട്ട് വേണം പോകാനായിട്ട്. ഇത് കേട്ട് നമ്മുടെ ആദിക്കൊരു ഐഡിയ തോന്നിക്കണം. അങ്കിള് പറഞ്ഞത് ശരി തന്നെയാണ് അങ്കിളെ. അങ്കിള് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഏതായാലും ഇഷിതാമ്മയെ കാണാൻ പോകുന്നുണ്ട്. വിശേഷങ്ങളെല്ലാം അന്വേഷിക്കാനായിട്ട് പോകുന്നുണ്ട്. മോനെ ആദ്യം നീ പോകരുത്. അമ്മ ഒന്നും മിണ്ടാതിരിക്കമ്മേ. ആകാശങ്ങൾ സമ്മതം തന്നില്ലേ, പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? ഞാൻ അവിടെ പോയി കണ്ടതേ മടങ്ങി വരാന്നേ. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ വിലപിടിപ്പുള്ള ഏതെങ്കിലും സമ്മാനം കൊണ്ടുപോകണമെന്നല്ലേ അങ്കിള് പറഞ്ഞത്? അതെ. അങ്ങനെയാണെങ്കിൽ അങ്കിൾ എനിക്ക് പൈസ തരുമല്ലോ. പിന്നെ മോനെ ഞാൻ പൈസ തരാമല്ലോ സമ്മാനം മേടിക്കാനായിട്ട്. മമ്മി തരണ്ട മമ്മി, അങ്കിൾ എനിക്ക് പൈസ തന്നോളും. മമ്മിക്ക് പൈസ മുടക്കണ കാര്യം ഓർത്തിട്ടില്ലേ ടെൻഷൻ. അതുകൊണ്ട് മമ്മി ടെൻഷൻ അടിക്കണ്ട, എനിക്ക് അങ്കിള് പൈസ തന്നോളും എന്നൊക്കെ പറയാം. അതെ അങ്കിളെ, ഇപ്പം ഞാൻ പോണ സ്ഥിതിക്ക് വിലപിടിപ്പുള്ള സമ്മാനം മേടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തത് ഒരു ഡയമണ്ട് റിംഗ് ആണ്. അപ്പോൾ അതിന് ഏകദേശം 1,00,000 രൂപ വരുവേ അങ്കിളെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകാശന് കിളി പറന്നുപോയൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കാം. അങ്കിളെ അപ്പോൾ റെഡിയല്ലേ? അങ്കിള് പൈസ തന്നാൽ മതി. ഞാനപ്പോൾ ഇതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വരട്ടെ. എന്നിട്ട് ഞാൻ അങ്ങളോട് ഡീറ്റെയിൽസൊക്കെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം അവിടെ നിന്ന് പോവാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രചന ഭയങ്കരമായിട്ടും ദേഷ്യപ്പെടുകയാണ്. ആകാശെ എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഞാൻ അവനിൽ നിന്ന് എങ്ങനെയെങ്കിലും അകറ്റാനായിട്ട് നോക്കുന്നു. ആകാശാണെങ്കിൽ അവനെന്താ അങ്ങോട്ട് പറഞ്ഞു വിടാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണോ? ഇതൊന്നും ശരിയല്ല കേട്ടോ രചന. അവനെ എനിക്കിട്ടൊന്ന് ആക്കിയിട്ട് പോയതാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. പക്ഷേ അവനങ്ങോട്ട് പോണം. അവനങ്ങോട്ട് പോയാലേ ശരിയാവുള്ളൂ. എന്തിന് വേണ്ടി രചന? നീ ഇഷിതയുടെ ഗർഭം കലക്കാൻ വേണ്ടി നടക്കുന്നു. പക്ഷേ അതിനേക്കാളും മുകളിലായിട്ട് പ്ലാൻ ചെയ്യുന്നവനാണ് ഈ ആകാശ്. അപ്പോൾ അവനെ വെച്ച് എനിക്കൊരു കളിയുണ്ട്. അതെന്താ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് വഴിയേ അറിയാം. അപ്പോൾ ആകാശ് ഇങ്ങനെ മനസ്സിന്തിക്കുകയാണ്. നീ വഴി അറിയുമ്പോൾ നിനക്ക് മനസ്സിലാവോടി കാര്യങ്ങളൊക്കെ. ആകാശേ എന്തെങ്കിലും നോക്കി നിൽക്കാതെ എന്താണ് ആകാശിൻ്റെ പ്ലാൻ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ പിന്നീട് മനസ്സിലാവും. ഇത് നിനക്ക് ഉപകാരപ്പെട്ട കാര്യം തന്നെയാണ് എന്ന് രചനയുടെ മുഖത്ത് നോക്കി പറയാ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹേഷിനെയാണ്. അപ്പോൾ മഹേഷ് ആണെങ്കിൽ ഈ സാന്ദ്രയോട് സംസാരിക്കുകയാണ്. എന്നാലും സാന്ദ്രയെ ഇത് വല്ലാത്തൊരു ചീറ്റിംഗ് ആയി പോയിട്ടോ. നിന്നോടൊരു കാര്യം ഞാൻ ഏൽപ്പിച്ചല്ലേ, എന്നിട്ട് സാന്ദ്രക്ക് അത് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ലല്ലേ, അതിൽ നിന്ന് പിന്മാറിയല്ലേ? അയ്യോ മഹേഷ്, പിന്മാറിയതല്ല, ഞാൻ വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വേറെ ഏതെങ്കിലും കേസ് ഏറ്റെടുത്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും എൻ്റെ ഈ കേസ് തള്ളിക്കളഞ്ഞത്. അയ്യോ മഹേഷ് എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ്. ഞാൻ അവരുടെ പിന്നാലെ തന്നെയാണ്. അയാളെ കണ്ടെത്തിയെന്നും പറഞ്ഞല്ലോ. അയാളുടെ ഫോട്ടോയിലേ കിട്ടിയുള്ളൂ, വേറൊന്നും അറിയില്ലല്ലോ. ഏതായാലും അയാളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നാൽ മതി. പിന്നീടുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. മഹേഷ് അത് വേണം. ഏതായാലും സാന്ദ്ര എൻ്റെ കയ്യിലേക്ക് അതൊന്ന് അയാളുടെ ഫോട്ടോ ഒന്ന് ഫോട്ടോ എന്നിട്ട് ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം. ഇനിയിപ്പോൾ മഹേഷിനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. മഹേഷ് രണ്ടും കൽപ്പിച്ചാന്ന് എനിക്കറിയാം. അതുകൊണ്ട് തരാം, ഞാൻ ഫോട്ടോ തരാം. ഫോട്ടോ നോക്കെന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇയാളുടെ ലൊക്കേഷനും കൂടി ഒന്ന് തരാമോ? അയാൾ ഇവിടെ താമസിക്കുന്നത്, ഞാൻ ലൊക്കേഷൻ അടിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ലൊക്കേഷൻ അടിച്ചു കൊടുക്കുകയാണ്. അയാളുടെ പേര് ബ്രാഞ്ചി എന്നല്ലേ? ബ്രാഞ്ചി എന്ന് തന്നെയാണ് പേര് എന്ന് പറയാം. അപ്പോൾ ശരി സാന്ദ്ര, ഓക്കെ, താങ്ക് യു. ഏതായാലും എനിക്ക് ഇത്തരം ഡീറ്റെയിൽസ് തന്നല്ലോ, അതിന് വളരെയേറെ ഉപകാരമുണ്ട് എന്ന് മഹേഷിനോട് പറയാം. അങ്ങനെ മഹേഷ് ഇയാളെ തിരക്കി പോവുക. ഒരു കോളനി ആയിരുന്നു. അപ്പോൾ പറമ്പിലിരുന്ന് കുറച്ച് പേര് ഇങ്ങനെ ചീട്ട് കളിക്കുകയായിരുന്നു. അപ്പോൾ ആരാടാ വരുന്നത്? ഈ പോലീസ് വല്ലതാണോ? നോക്കാം. ഏതായാലും ഓടേണ്ട ആവശ്യമൊന്നുമില്ല, രണ്ടും കൽപ്പിച്ച് അങ്ങനെ നിൽക്കാം. അങ്ങനെ മഹേഷ് ഒരു പാവത്താനെ പോലെ ഇവരുടെ മുന്നിലേക്ക് ചെല്ലുകയാണ്. ആരാടാ നീ പോലീസല്ലേടാ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഞാൻ പോലീസൊന്നല്ലേ, ഞാനൊരു സാധാരണ മനുഷ്യനാ, ഒരു ബിസിനസ്സുകാരനോ? ഒന്ന് പോയി ചെക്ക് ചെയ്തേടാ അയാളെ എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷിനെ ചെക്ക് ചെയ്യുക. പിന്നെ അണ്ണാ ഒന്നുമില്ല, ഒരു ഫോൺ മാത്രമേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിനാടാ
നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ ഒരാളെ തിരക്കി വന്നതാണ്. ആരെ തിരക്കാൻ നീ വന്നത്? പ്രാഞ്ചി എന്ന് പറഞ്ഞ ആളെ. എന്തിനാ പ്രാഞ്ചിയെ തിരക്കുന്നത്? നീയും പ്രാഞ്ചിയുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ, ഞാൻ അയാളെ കണ്ടിട്ടില്ല, പക്ഷേ കേട്ടറിവ് മാത്രമേ ഉള്ളൂ. എന്താണ് നിന്റെ പ്രശ്നം? അല്ല, ഞാനേ ഒരു ബിസിനസ് നടത്തുകയാണ്, ഇപ്പം കട ഒഴിഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരേ ബഹളമാണ്. അവർ ദേ കട നടത്താൻ എന്നെ സമ്മതിക്കുന്നില്ല, ജീവിക്കാൻ എന്നെ അനുവദിക്കുന്നില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു നോക്കി, പക്ഷെ അവർ പോകാൻ തയ്യാറല്ല. ഇപ്പം എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോഴാണ് ബ്രാഞ്ചി എന്ന് പറഞ്ഞ ആളെ പരിചയമുള്ള ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എൻ്റെ ഈ രൂപം മാത്രമേ ഉള്ളൂ, എനിക്ക് തല്ല് പിടിക്കാനൊന്നും കഴിയില്ല, സമാധാനപരമായിട്ട് പോകാനേ എന്നെക്കൊണ്ട് കഴിയുള്ളൂ എന്നൊക്കെ മഹേഷ് സാവധാന രീതിയിൽ പറയണം. അല്ല, ഞങ്ങൾ ബ്രാഞ്ചിയെ കാണിച്ചു തന്നാൽ ഞങ്ങൾക്ക് എന്താ ഗുണം എന്ന് ചോദിച്ചപ്പോഴേക്കും നിങ്ങൾക്ക് ഗുണമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പൈസ എടുത്തിട്ട് ഇവരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. നിങ്ങളെന്നെ പറ്റിക്കോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല, നിങ്ങൾ ഞാൻ ആദ്യമായിട്ട് കാണുകയും ചെയ്യാണ്. പക്ഷേ എൻ്റെ ഒരു ഇതാണ്, ഞാൻ ഒരുപാട് പേർക്ക് കുറേ കമ്മീഷനിലെല്ലാം കൊടുത്തിട്ടുണ്ട്, എന്നെ കൈക്കൂലിയൊക്കെ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാം. എടോ, ഞങ്ങളോട് കൂറ് കാണിച്ചാൽ ഞങ്ങൾ അങ്ങോട്ടും കൂറ് കാണിക്കും. ഞങ്ങൾ നന്ദികേട് കാട്ടുന്നവരല്ല. ഏതായാലും ബ്രാഞ്ചിയിൽ തനിക്ക് കാണേണ്ടത്, ബ്രാഞ്ചിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷിനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഒരു ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ ബ്രാഞ്ചി കാറിന്നിറങ്ങി നേരെ മഹേഷിൻ്റെ അടുത്ത് ചെന്നിട്ട്, നീ ആരാടാ? നീ എന്തിനാടാ എന്നെ കാണാൻ വേണ്ടി വന്നത്? എന്നെ നിനക്ക് എങ്ങനെ അറിയാടാ? അല്ല, എന്താണ് നിൻ്റെ പ്രശ്നം? എനിക്കൊരു കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടിയാ. കൊട്ടേഷനോ? ആരാണ് ആളുടെ ഡീറ്റെയിൽസ് തരാമോ? അത് ചോദിക്കാനുണ്ടോ? നീ തന്നെയാണ് ആള് എന്ന് പറയാണ്. ഇത് കേട്ടാ ബ്രാഞ്ചി ആകെ ഞെട്ടിപ്പോവാ. എന്താണ് നിന്റെ ഉദ്ദേശം? നീ പോലീസാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോലീസും പട്ടാളമൊന്നുമല്ല, നിന്നെ തീർക്കാൻ വേണ്ടി വന്നവനാടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ ചവിട്ട്. അങ്ങനെ അവിടെ അടി പിടി ഇടി ഒക്കെ ആയി. ബ്രാഞ്ചി അടിക്കുന്നു, മഹേഷ് അടിക്കുന്നു. അങ്ങനെ അടിച്ചടിച്ച് ബ്രാഞ്ചിയെ കീഴ്പ്പെടുത്തുകയാണ് നമ്മുടെ മഹേഷിൻ്റെ ഇടി കൊണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബ്രാഞ്ചി പറയണം, അയ്യോ സാറേ, എന്നൊന്നും ചെയ്യരുത്, ഞാൻ സത്യങ്ങളെല്ലാം തുറന്നു പറയാം സാറേ. എടാ, അതിനെ പോലീസിൻ്റെ മുന്നിലും നീ കീഴടങ്ങേണ്ട ആവശ്യമുള്ളൂ. ഞാൻ പോലീസ് അല്ലടാ. നീ ചില കാര്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറയണം എന്ന് പറഞ്ഞപ്പോഴേക്കും എന്താ സാറേ, സാറിന് എന്താണ് അറിയേണ്ടത്? എടാ, നീയേ അന്ന് ഫ്ലാറ്റിൽ ഫ്ലാറ്റിന് ഒരു കാറിൻ്റെ ബ്രേക്ക് അഴിച്ചു വിട്ടത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ സാറേ, പക്ഷേ സാറല്ലല്ലോ ആ കൂട്ടത്തിൽ, സാറിൻ്റെ മുഖമല്ലല്ലോ, ഞാൻ ഒരു ലേഡിയുടെ കാറിൻ്റെ ബ്രേക്കാണല്ലോ അഴിച്ചു വിട്ടത് സാറേ. അപ്പം നിന്റെ വായും തന്നെ സത്യം വീണു അല്ലേ? ഇനി ആ കൊട്ടേഷൻ ആരാണ് നിനക്ക് തന്നത്? എടാ, ആ വണ്ടി ഓടിച്ചത് ഞാനാ, എനിക്കാണ് ആക്സിഡൻ്റ് ആയത്. എടാ, ഈ കൊട്ടേഷന് പിന്നിൽ ആരാണെന്ന് എനിക്ക് അറിഞ്ഞാൽ മതിയാവുള്ളൂ. അത് പിന്നെ സാറേ എനിക്കറിയാടാ. ആകാശ് എന്ന് പറയുന്ന ഒരുത്തനല്ലേ? അയ്യോ അല്ല സാറേ, ആണല്ല, ഒരു ലേഡിയാണ് എനിക്ക് കൊട്ടേഷൻ തന്നത്. സുമീന്ന പേര്, സുമിയാണ് എനിക്ക് അവരെ പരിചയപ്പെടുത്തുന്നത്. ആരെ പരിചയപ്പെടുത്തുന്നത്? അവരെനിക്ക് പൈസയൊക്കെ തന്നത്. അവരുടെ പേര് രചനയെന്നാണ് എന്ന് പറയാ. ഇത് കേട്ടതും നമ്മുടെ മഹേഷ് ഒന്ന് ഞെട്ടിപ്പോവാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു അഗൈൻ. ബൈ.